എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അവലും പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. ഏത് അവൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. അവൽ ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം ഞാൻ ഈ അവലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തരികളോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. പഴവും ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 2.5 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് പഴം ക്യാരറ്റൊക്കെ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കരുത്. ഈ ഒരു പാകത്തിലുള്ള വെള്ളം ഇതിലുണ്ടായിരിക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിച്ചെടുത്തിട്ടുള്ള അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനിയിലാണ് ഈ അവലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരേണ്ടത്. കുതിർന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നല്ല ഡ്രൈ ആയിട്ട് പോകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട്, അതായത് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളൊരു ചൂടായിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ചൂടാറാനായിട്ട് നിൽക്കരുത്. ഒരു ചെറിയ ചൂടോട് കൂട്ടിയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പം നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്